മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കളെ, മാതാപിതാക്കളെ അനുഗ്രഹമായിട്ട് ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തെ പോലെ കരുതുന്ന അനുഭവങ്ങൾ അത് ഇന്ന് കുറഞ്ഞു വരികയാണ്. എന്നാൽ ചില കുടുംബങ്ങളെങ്കിലും ഇപ്പോഴും ദൈവത്തെയും മനുഷ്യനെയും മറക്കാത്ത മക്കളുള്ള നല്ല കുടുംബങ്ങളുണ്ട്. അതുപോലൊരു കുടുംബത്തെ നമുക്കിന്ന് ഈ എപ്പിസോഡിൽ പരിചയപ്പെടാം. എവിടെയാണെന്നല്ലേ? പാലാ രൂപതയിലെ വലവൂർ സെന്റ് മേരീസ് ഇടവകയിൽപ്പെട്ട വേരണാക്കുന്നേൽ കുഞ്ഞേപ്പി ഏട്ടൻ്റെയും അന്നക്കുട്ടി ചേട്ടത്തിയുടെയും ഭവനമാണ്. 95ഉം 94ഉം വയസ്സുള്ള അവർ ഇന്നും വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ എല്ലാ ജോലികളും ചെയ്ത് സ്നേഹം എന്താണെന്ന് മക്കളെ പഠിപ്പിച്ച് ആ സ്നേഹത്തിലും ഒരുമയിലും മക്കളെ വളർത്തിയെടുത്ത് ഇന്ന് നല്ല ഫലം മക്കളിൽ നിന്ന് ലഭിക്കുന്ന മാതാപിതാക്കൾ. മക്കൾ 4 പേരുണ്ട്. ഒരേ ഒരു മകനേ ഉള്ളൂ. ആ മകനോടൊപ്പം മാതാപിതാക്കളായിരിക്കുകയാണ്. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് വേരണാക്കുന്നേൽ ജോസഫ് അന്നക്കുട്ടി ദമ്പതികളുടെ ഭവനം. കോട്ടയം ജില്ലയിലെ വലവൂറാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് മേരീസ് ചർച്ച് വലവൂറാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ജോസഫ് അന്നക്കുട്ടി ദമ്പതികൾ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ. എൻ്റെ പേര് ജോർജ് എന്നാണ്. എൻ്റെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒരു മകനായിട്ട് ഞാനാണുള്ളത്. പിന്നെ 2-3 പെങ്ങന്മാരാണുള്ളത്. എൻ്റെ 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അവർ ഉണ്ടായിക്കഴിഞ്ഞ് ഒരാൾ 1 മാസം കഴിഞ്ഞപ്പോഴും ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞ് അന്ന് തന്നെ മരിച്ചു പോയി. അത് കഴിഞ്ഞാണ് ഞാൻ ഉണ്ടായത്. ഞങ്ങൾ 4 പേരെയും ഓപ്പറേഷൻ ചെയ്തതാണ് എടുത്തത്. എൻ്റെ ചാച്ചൻ്റെ അമ്മച്ചിയെയും പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചാൽ ഞാൻ വളരെ അധികം സന്തോഷത്തോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും അവരുടെ സ്നേഹങ്ങളും അവരുടെ ജീവിത രീതികളും എല്ലാം കണ്ടു പഠിച്ച് അതുപോലെ പിന്തുടർന്നാണ് ഞങ്ങളും ജീവിക്കുന്നത്. എൻ്റെ ചാച്ചനും അമ്മച്ചിയെ പറ്റി പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചായിട്ട് 2 അനുഭവങ്ങളുണ്ട്. ഞാനൊരു ചെറുപ്പത്തിൽ ഒരു 12-13 വയസ്സുള്ളപ്പോൾ ഞാൻ ഈ കാപ്പിയുടെ പൂവ് ഇലയ്ക്കായി കടലാസി ചുരുട്ടി ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന പോലെ വലിച്ച് കപ്പയ്ക്കകത്തോട്ട് നടക്കുമായിരുന്നു. അപ്പോൾ അത് കണ്ട പുറകിൽ നിന്ന് വന്ന ചാച്ചൻ ഒരൊറ്റ അടി എൻ്റെ തുടക്കിയിട്ട് തന്നു. അപ്പോൾ ഇപ്പോഴും കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ പുക വലിച്ചിട്ടില്ല. അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ
ഞാൻ ഒരു മകനുള്ളപ്പോൾ ഞാൻ എന്ത് പറയുന്നത് എന്തും ചാച്ചൻ കേൾക്കും എന്നുള്ളൊരു ധാരണയായിരുന്നു. പിന്നെ 2 പേര് മരിച്ചുപോയി, വേറെ ആണുങ്ങളില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്തും കേൾക്കും എന്നുള്ള അനുഭവം ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. അതനുസരിച്ച് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ചാച്ചൻ്റെ പെങ്ങളുടെ മകൾ കന്യാശ്രീ ഉണ്ട്, MSMIയിലാണ്. ആ സിസ്റ്ററിൻ്റെ ഉടുപ്പിടിയിലിന് പോകാൻ വേണ്ടി ചാച്ചൻ പോകാൻ പറഞ്ഞപ്പോൾ ചാച്ചനോട് ഞാൻ പറഞ്ഞു എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ചാച്ചൻ പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റിയല്ല, ഞാനാ പോകുള്ളൂ. ഇന്ന് എനിക്ക് 15 വയസ്സുണ്ട്. ഞാനൊരു കപ്ലാവിൻ്റെ മുകളിലേക്ക് കയറി. ചാച്ചൻ അതിൻ്റെ താഴെ പോകാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുക. ഞാനിപ്പം ചാടുമെന്ന് പറഞ്ഞു. നീ ചാടിക്കുമെന്നും പറഞ്ഞു എൻ്റെ വളരെ കൂളായിട്ട് ചാച്ചൻ അങ്ങോട്ട് പോയി. അത് എൻ്റെ അമ്മച്ചിയും എൻ്റെ വല്യമ്മയും ഓടി വന്ന് മോനെ ഇറങ്ങുക കുഴപ്പമില്ല കൊണ്ടുപോകുന്നെല്ലാം പറഞ്ഞ് അവരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് ഉള്ളിൽ തോന്നി, ഞാൻ പറയുന്നതൊന്നും അങ്ങനെ സാധിച്ചു തരികയല്ലോ, ഇപ്പോൾ വേണ്ട കാര്യങ്ങളല്ലേ സാധിച്ചു തരുള്ളൂ. അങ്ങനെ അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം എനിക്ക് സാമ്പത്തിക കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സാമ്പത്തിക ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2000 രൂപയ്ക്ക് ജാമ്യം നിൽക്കാമെന്ന് ചാച്ചനോട് ചോദിച്ചു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു ഞാൻ ജാമ്യം നിൽക്കുകയില്ല, ഈ പൈസ ഒന്നും അടയ്ക്കുകയില്ല, എനിക്ക് അടയ്ക്കാൻ പറ്റുകയാണെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ മനസ്സിൽ ഒരു വാശി കയറി. അങ്ങനെ 26-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഞാൻ 60 സെൻറ്റ് സ്ഥലം മേടിച്ച് ഡെയിലി ചിട്ടി നടത്തി. അത് കഴിഞ്ഞ് ചാച്ചൻ ഒരു 10 വർഷം ആയി എന്നോട് പറഞ്ഞു, എടാ നിനക്ക് എന്നോട് വിഷമമൊക്കെ ഉണ്ട്, നീ പറഞ്ഞ കാര്യങ്ങൾ സാധിച്ചു തരാം, നീ നല്ലതാകാൻ വേണ്ടിയാണ്, നീ ഒരു മാനല്ലേ ഉള്ളൂ, എല്ലാം നശിപ്പിക്കും എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തു തരാത്തത് പറഞ്ഞു. ഞാൻ ചാച്ചനെ ഓർത്ത് കരയാത്ത ദിവസങ്ങളില്ല. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നന്നായിട്ട് നല്ലൊരു കുടുംബ ജീവിതം നയിക്കുന്നത്. ഇതെൻ്റെ ഭാര്യയാണ്. ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ് വളരെ ഞങ്ങൾ സന്തോഷത്തോടുകൂടി ചാച്ചൻ അമ്മച്ചിയെ സ്നേഹിക്കുന്നതൊക്കെ കണ്ട് അമ്മച്ചി കെട്ടിക്കൊണ്ടുവന്ന് തൊട്ടുള്ള പണിയായിരുന്നു. അമ്മച്ചിക്ക് അന്നും പണി ഇന്നും പണി. അമ്മച്ചിക്ക് 95 വയസ്സായി. ഈ 95 വയസ്സിനിടയ്ക്ക് ഇപ്പോഴും രാവിലെ മിറ്റമടിക്കുകയും പശുവിനെ പുല്ല് പറിച്ചു കൊടുക്കുകയും ഒക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അമ്മച്ചി പള്ളിയിൽ പോകുമായിരുന്നു. ഈ കൊറോണ കാലം വരുന്നവരെ അന്ന് ഈ 60 വയസ്സ് കഴിഞ്ഞവരൊന്നും പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞ കാരണം മാത്രം പോകായിരുന്നു. അതുപോലെ 5:30 പശുവിനെ കറന്ന് പാലുമായിട്ട് പോയിട്ട് അമ്മച്ചി പള്ളിയിൽ പോകണം. എല്ലാ ദിവസവും ഒറ്റ ദിവസം പോലും മുടക്കാതിരിക്കില്ല. അങ്ങനെയാണ് അമ്മച്ചി ജീവിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പ്രാർത്ഥന കാണണം. വെളുപ്പിന് 4 മണിയാകുമ്പോൾ ചാച്ചനും അമ്മച്ചി പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം കറക്റ്റ് 6 മണിക്ക് പ്രാർത്ഥന ചാച്ചനും അമ്മച്ചിയും കൂടെ തുടങ്ങും. 2-3 മണിക്കൂർ പ്രാർത്ഥന. ഒക്കെയാണ് ഞങ്ങൾ കണ്ടു വളർന്നത്. അപ്പോൾ അവരുടെ ആ സ്നേഹം, അമ്മച്ചിക്ക് ചാച്ചനെ ഒരു നിമിഷം പോലും കാണാതിരിക്കുന്നത്. രാവിലെ ചാച്ചൻ 6:30 ആകുമ്പോൾ കണ്ടെത്തി പണിയാൻ പോകും. ഈ 5 മാസം മുമ്പ് വരെ പോകുമായിരുന്നു. കണ്ടെത്തി 6:30 പണിയാൻ പോയി 10:30 ആകുമ്പോൾ തിരിച്ചു വരും. പക്ഷേ താമസിച്ചെങ്കിൽ അമ്മച്ചി ഓടിച്ചെല്ലും. ചാച്ചനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞൊരു ഓടിച്ചെന്ന് ചാച്ചനെ കൂട്ടിക്കൊണ്ട് വരും. അതുപോലെ തന്നെ ചാച്ചൻ എങ്ങോട്ടേലും ഒന്ന് മാറിയാൽ അമ്മച്ചി അന്വേഷിച്ച് നടക്കും, ചാച്ചൻ എന്തിയാന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് ഇന്ന് വരെ ഒരു അസുഖം വരുവോ ആശുപത്രി കിടക്കുവോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ 4 പേരെയും ഓപ്പറേഷൻ ചെയ്തെടുത്ത് അന്ന് ആശുപത്രി കിടന്നല്ലാതെ ഇന്ന് വരെ ഈ 94 വയസ്സിലും അമ്മച്ചി ആശുപത്രി പോയിട്ടില്ല. ഒരസുഖവും ഇല്ല. ചാച്ചന് ഇച്ചിരി പ്രഷറിൻ്റെ അസുഖമുണ്ട്, അല്ലാതെ ചാച്ചനും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും പണിയുന്നു, ആരോഗ്യമായിട്ട് ജീവിക്കുന്നു. ചാച്ചനും അമ്മച്ചിയും അന്ന് തൊട്ട് ഇന്ന് വരെ അവരുടെ ഒരു കട്ടിലല്ല കിടക്കുള്ളൂ. അവർക്ക് ഒരുമിച്ച് കിടക്കണം. ഒരുമിച്ച് അവർക്ക് ചാച്ചന് അമ്മച്ചി ഒരു ദിവസം ഉമ്മ കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് ചാച്ചന് ഭയങ്കര വിഷമമാണ്. ഒരു ദിവസം അമ്മച്ചി ഉമ്മ കൊടുക്കാത്തതിന് ചാച്ചൻ അമ്മച്ചിയോട് വഴക്കിട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. എനിക്ക് നീ ഉമ്മ തന്നില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ അമ്മച്ചിയുടെ ഉമ്മ അവരുടെ ചാച്ചൻ അതുപോലെ സ്നേഹത്തിൽ അവരുടെ പ്രാർത്ഥനയിലും അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഞങ്ങൾക്ക് പോലും അതുപോലെ സ്നേഹിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് പോലും ഞങ്ങൾക്ക് പോലും സാധിച്ചിട്ടില്ല. അതാണ് അവരുടെ സ്നേഹം. അവരുടെ ആ സ്നേഹത്തിൽ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. എൻ്റെ പേര് ലിസിയമ്മ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 37 വർഷമായി. അമ്മച്ചി അന്ന് മുതലേ അമ്മച്ചി എന്നും ഭയങ്കര പണിയാണ്. അമ്മച്ചിയുടെ ഒപ്പം ഞാൻ എത്തുമൊന്നുമില്ല. ഇപ്പോഴും ഈ 95 വയസ്സായെങ്കിൽ പോലും അമ്മച്ചി ഇപ്പോഴും മിറ്റം അടിക്കും, ഈ പറമ്പും അടിക്കും എല്ലാ ദിവസവും. ഞാനിവിടെ തേക്കിൻ്റെ ഇല വീണ് കഴിഞ്ഞാൽ കമ്പി കൊണ്ട് കുത്തിയെടുക്കണത്. പക്ഷെ അമ്മച്ചി അതിപ്പോഴും മൊത്തം മുറ്റം മുഴുവനും അടിക്കുകയും ചെയ്യും. ഇല എന്നിട്ട് ചെടി വാടിപ്പോകാതിരിക്കാൻ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഈ തേക്കിൻ്റെ ഇല കൊണ്ടുപോയി വെക്കും, വെയിൽ കൊണ്ട് വാടാതിരിക്കാൻ വേണ്ടിയിട്ട്.
അമ്മച്ചിക്ക് അങ്ങനെ അസുഖങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അമ്മച്ചി ഏത് നേരവും കൊന്തയായിട്ട് എന്നിട്ട് നടക്കണ വഴിയല്ല എൻ്റെ ഈശോ ഈശോ, എൻ്റെ മാതാവേ മാതാവേ എന്ന് വിളിച്ചുകൊണ്ടേ അമ്മച്ചി നടക്കുകയുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോഴേക്കും അമ്മച്ചി മുട്ടയിൽ നിന്നാണ് പ്രാർത്ഥന ചെല്ലണത്. അത് യാതൊരു വിഷമവും ഇല്ലാതെ അമ്മച്ചി തീരേണ്ട വരെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥന ചെല്ലും. ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം. ഈ ദമ്പതികൾ മക്കൾക്ക് എല്ലാമാണ്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം. എൻ്റെ പേര് ലിസി. ഞാൻ മാതാപിതാക്കളുടെ മൂന്നാമത്തെ മകളാണ്. ഞാൻ BA വരെ പഠിച്ചു. നേരത്തെ തൃശ്ശൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കോവിഡ് വന്നത് പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ പോയില്ല. ഇപ്പം ചാച്ചനും അമ്മച്ചിയും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യും. അവരുടെ കാര്യങ്ങൾ അവർ തന്നെയാണ് ചെയ്യുന്നത്. അമ്മച്ചി രാവിലെ എണീറ്റ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അന്ന് പശു കറവയ്ക്ക് ഉണ്ടാവും. പശുവിനെ കറന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി ചാച്ചന് കാപ്പി കൊടുത്ത് ചാച്ചൻ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ പണിയാൻ പോവും. അമ്മച്ചി രാവിലെ മിറ്റമടിക്കും. ഇപ്പോഴും മിറ്റമടിക്കാറുണ്ട്. പിന്നെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ മണിയടിച്ചു കഴിഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥന ചെല്ലുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ചാച്ചൻ ഇങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് സമ്മാനം തരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥന ചെല്ലുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം തരുമായിരുന്നു. അന്നത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും പേനയോ പെൻസിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. പിന്നെ ചാച്ചനും അമ്മച്ചി എപ്പോഴും അങ്ങനെ ഒരിക്കലും വഴക്കുണ്ടാക്കുന്ന അങ്ങനെയൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. എപ്പോഴും നല്ല സ്നേഹത്തിലാണ് പെരുമാറിയിരുന്നത്. ചാച്ചൻ്റെ അമ്മച്ചിയുടെ 75ാം വിവാഹ വാർഷികം ഞങ്ങൾ ആഘോഷമായിട്ട് മക്കളെല്ലാവരും കൂടെ ആഘോഷമായിട്ട് നടത്തി. എൻ്റെ പേര് ഷാൻഡി. ചാച്ചൻ്റെ അമ്മച്ചിയുടെ ഏറ്റവും ഇളയ മോളാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 24 വർഷമായി. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോസ് മരിച്ചിട്ട് 10 വർഷമായി. എനിക്കൊരു മോളുണ്ട്. മോള് +1 പഠിക്കുന്നത്. പിന്നെ ചാച്ചനമ്മച്ചി എൻ്റെ ഓർമ്മ വെച്ച് നോക്കുവാണ്, ചാച്ചനമ്മച്ചി നല്ല സ്നേഹത്തിലും ഒക്കെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നും ഞായറാഴ്ച എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങളെ ആയാലും എപ്പോഴും എന്നും പള്ളിയിൽ വിടാനായി ശ്രദ്ധിച്ചിരുന്നു. എന്നും രാവിലെ ആയിട്ട് പള്ളിയിൽ ലഭിച്ചു വിടുമായിരുന്നു. എല്ലാവരും ആയിട്ട് ഭയങ്കര സ്നേഹത്തിലും അങ്ങനെ ഒരു വഴക്കുമില്ല, ഒരു സ്നേഹക്കുറവോ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിക്കുമായിരുന്നു. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത്. എൻ്റെ പേര് ജോയൽ. ഞാൻ മൂത്ത പേരക്കുട്ടിയാണ്. ഇതെൻ്റെ വൈഫാണ്. എനിക്ക് 2 കുട്ടികളാണുള്ളത്. പിന്നെ എൻ്റെ ചാച്ചനെ എൻ്റെ അമ്മച്ചിയെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പനെ അമ്മയെക്കാളും കാര്യമാണ് എനിക്ക് എൻ്റെ ചാച്ചനെ അമ്മച്ചിയും. എൻ്റെ ബിസിനസ് കാര്യങ്ങളിലാണെങ്കിലും പല കാര്യങ്ങളിലാണെങ്കിലും ചാച്ചനാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം നടത്തി തരികയൊക്കെ ചെയ്യുന്ന ചാച്ചനാണ്. എൻ്റെ പപ്പ പൈസ തന്നില്ലെങ്കിൽ എൻ്റെ ചാച്ചൻ എനിക്ക് പൈസ പല കാര്യങ്ങൾക്കായിട്ടും തരുമായിരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാൻ ഞാൻ താമസിച്ചിരിക്കുമ്പോഴും ചാച്ചനാണ് എന്നെ പള്ളിയിൽ പോകാനും നീ പള്ളിയിൽ പോകണം എന്നെല്ലാം പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥന ഞാനൊന്ന് ഇച്ചിരി നേരം താമസിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നാലും എൻ്റെ അടുത്ത് ഓടി വരുന്ന ചാച്ചനാണ്, വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടുക. അതുപോലെ തന്നെ അമ്മച്ചിയും ഒപ്പം വരികയും ചെയ്യും. എന്നെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരാത്തതെന്ന് 2 പേരും വന്ന് കാരണങ്ങളും അതിൻ്റെ എല്ലാം എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മക്കളെയും അതുപോലെ തന്നെയാണ് എന്നെ നോക്കുന്നേക്കാളും കാര്യമായിട്ടാണ് എൻ്റെ മക്കളെ നോക്കുന്നത്. ഞാനും എൻ്റെ വൈഫും പപ്പായും അമ്മയും ഞങ്ങൾ ആരും ഇവിടെ ഇല്ലെങ്കിൽ പോലും ചാച്ചനും അമ്മച്ചിയാണ് എൻ്റെ 2 കുട്ടികളെ നോക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ബിസിനസ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള പല 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 കാര്യങ്ങളും റബ്ബർ മേഖലയും ആയിട്ടൊക്കെയുള്ള
പല പല ബിസിനസ്സാണ് എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ റബ്ബർ മേഖലയിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ എൻ്റെ ചാച്ചനാണ്. ഓരോ വഴിത്തിരിവുകൾ എനിക്ക് പറഞ്ഞു തന്നതും എൻ്റെ ചാച്ചനാണ്. ഞാനിപ്പോൾ ഒരു സ്ഥലം മേടിച്ചാൽ പോലും എൻ്റെ ചാച്ചനാണ് ആദ്യം സ്ഥലം വന്ന് കാണുകയും അതിനെപ്പറ്റി പറഞ്ഞു തരികയും സ്ഥലത്തിനെപ്പറ്റി അതിൻ്റെ ഘടകങ്ങളും എല്ലാം പറയുന്നത്. പിന്നെ അന്നും ഇന്നും ചാച്ചൻ എന്നും എന്നോട് പറയാനുള്ള പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, ആരെയും ദ്രോഹിക്കാൻ പോകാതിരിക്കുക. എൻ്റെ പേര് അനു എന്നാണ്. ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നിട്ട് 4 കൊല്ലം ആയി. ഇവിടെ ചാച്ചനും അമ്മച്ചിയാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെ നല്ല ഇതിലാണ് മുന്നോട്ട് പോകുന്നത്. അത് കണ്ടാണ് ഞങ്ങളും ജീവിക്കുന്നത്. പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ കുറച്ച് താമസിച്ച് വന്നാലും ചാച്ചനും അമ്മച്ചി അതിനെപ്പറ്റി ചോദിക്കുകയും പ്രാർത്ഥനയിൽ കൂടാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കുട്ടികളെ ആണെങ്കിലും നല്ല രീതിയിൽ അവർ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയാണ് നോക്കുന്നത്. പല കുടുംബങ്ങളിലും പ്രായമായവർ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് കിട്ടിയതിൽ നല്ലൊരു സൗഭാഗ്യമാണ് എനിക്ക് ചാച്ചനും അമ്മച്ചിയുള്ളൊരു കുടുംബത്തിലേക്ക് വന്ന് കയറാനായിട്ട് പറ്റിയത്. എൻ്റെ പേര് മെർലിൻ. ഞാൻ 2ാമത്തെ പേരക്കുട്ടിയാണ്. ഞാൻ ഇപ്പം അമ്മ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ചാച്ചനും അമ്മച്ചിയൊക്കെ ആണെങ്കിൽ ഓടി വന്ന് മക്കളെ എന്നൊക്കെ വിളിച്ച് വരുമ്പോഴത്തേക്കും അമ്മച്ചിയാണെങ്കിൽ എപ്പോഴും ആ പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്ക്, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് എന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ കഴിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ ചാച്ചനാണെങ്കിൽ എപ്പോഴും പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പ്രാർത്ഥിക്കണം, സന്ധ്യാപ്രാർത്ഥന, പിന്നെ പള്ളിയിലൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ ചോദിക്കും. വീട്ടിലെല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. പിന്നെ എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയുണ്ട് എൻ്റെ പഠിത്തം, എങ്ങനെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചാച്ചനും അമ്മച്ചിയും എപ്പോഴും വരുമ്പോൾ ചോദിക്കും. എൻ്റെ റിസൾട്ടൊക്കെ വന്ന സമയത്ത് ചാച്ചനും അമ്മച്ചിയൊക്കെ എനിക്ക് ഒത്തിരി അഭിനന്ദനം തരുകയും എനിക്ക് കുറേ ഉമ്മയൊക്കെ തരികയൊക്കെ ചെയ്തു. ഇടവകയുടെ വികാരി ഫാദർ കുര്യാക്കോസ് പാത്തിക്കൽ പുത്തൻപുരയിൽ അച്ഛൻ ഈ കുടുംബത്തിന്റെ നന്മ ഏറ്റവും കൂടുതൽ അടുത്ത് അറിയുന്നയാളാണ്. അച്ഛൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. പാലാ രൂപതയിലെ വലവൂർ സെൻറ് മേരീസ് പള്ളി വികാരിയച്ഛനാണ് ഞാൻ. എൻ്റെ പേര് കുര്യാക്കോസ്, വീട്ടുപേര് പാത്തിക്കൽ പുത്തൻപുരയിൽ. ഈ ഇടവ അംഗങ്ങളായ വേരനാക്കുന്നേൽ കുഞ്ഞാപ്പി ചേട്ടനും അന്നക്കുട്ടി അമ്മച്ചിയും തങ്ങളുടെ വിവാഹ വാർഷികത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുകയാണ്. അവർ ഇപ്പോൾ തങ്ങളുടെ മകനായ ജോർജ് ചേട്ടൻ്റെ ഭവനത്തിലാണ് താമസിക്കുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതമാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ എപ്പോഴും തമ്പുരാൻ്റെ സംരക്ഷണയിൽ അവർ മുന്നോട്ട് പോകുന്നു. ഈ ഇടവയ്ക്കും അതോടൊപ്പം തന്നെ എല്ലാ ഇടവ ജനങ്ങൾക്കും ഇടവ കൂട്ടായ്മയ്ക്കും എല്ലാം വലിയ മാതൃക ദമ്പതികളാണ് അവർ. അവരെ ഏറ്റവും നല്ല രീതിയിൽ ജോർജ് ചേട്ടൻ സംരക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജൂബിലിയുടെ ഭാഗമായിട്ട് ഒരു ദിവസം വിശുദ്ധ കുർബാന പള്ളിയിൽ കോമണായിട്ട് അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും സന്ദേശം നൽകുകയും അവർക്ക് ഇടവയുടെ ഭാഗമായിട്ട് ആദരവുമായിട്ട് ഒരു മെമൻറ്റോ പ്രത്യേകമായിട്ട് കൈമാറുകയും ചെയ്തു. എല്ലാ മക്കളും അതോടൊപ്പം തന്നെ കൊച്ചുമക്കളും പേരക്കിടാങ്ങളും എല്ലാം സ്വന്തക്കാരും ബന്ധക്കാരും അയൽക്കാരും എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. അത് വലിയൊരു അനുഭവവും അവർക്ക് വലിയൊരു അനുഗ്രഹവുമായിരുന്നു. അവർ ആ സന്തോഷം പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നു. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം രാഗമായി താളമായി യേശുവുണ്ടെങ്കിൽ കുടുംബം ഒരു മനോഹര ഗാനം ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥന ഇവർ ഒരുമിച്ചപ്പോൾ തുടങ്ങിയതാണ്. ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ കാരണം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. മീട്ടും സംഗീതം രാഗമായി താളമായി യേശുവുണ്ടെങ്കിൽ
രാഗമായി താളമായി യേശുവുണ്ടെങ്കിൽ തീന്മേശയിലും ഇവർ സ്നേഹത്തോടെ ഒന്നിക്കുന്നു, പങ്കുവയ്ക്കുന്നു. ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ്. ഇതാണ് വേരനാക്കുന്നേൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. എത്ര നല്ല തത്ര വന്നിടുന്നു ഞാൻ ചിത്രമാധുര്യ സ്നേഹ പാത്രവാനല്ലയോ നീ ആരായും ധരിച്ചിടാം ഓർക്കുമ്പോൾ നിൻ ഗുണങ്ങൾ പാർക്കുന്നു ദിനംതോറും സ്രക്രാരിയതിനുള്ളിൽ എന്നോട് മാംസം രക്തം ഭോജനപരിയങ്ങൾ മഞ്ഞിടെ ചേർത്തിടുന്നു എന്നോട് ദാസന്മാർക്കായി സന്താപബന്ധന്മാരെ സന്തോഷിപ്പിക്കുവാനായി എന്താണോ മാർഗമെന്നു ചിന്തിപ്പു ചെയ്തിവിധം കാരുണ്യവാരിരാശേ ചാരാരിൽ നിന്നു കാത്തു ആരോഗ്യരക്ഷ നൽകി തീരരാക്കിടണമേ ആരോഗ്യരക്ഷ നൽകി തീരരാക്കിടണമേ. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ മക്കളുടെ ഭാഗത്തുനിന്ന് അല്പസന്തോഷം, അല്പസമാധാനം കൊടുക്കുന്ന അനുഭവം ഉണ്ടാകണം. നമുക്ക് അതേക്കുറിച്ചുള്ള അഭിമന്യ പിതാവിൻ്റെ സന്ദേശം നമുക്കിപ്പോൾ കേൾക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലെ പ്രിയമുള്ളവരെ, പ്രായമുള്ളവരെ ഏറ്റവും ദൈവം നൽകിയ അനർഘമായ നിധിയായി നമുക്ക് കണക്കാക്കാം. പോൾ ആറാമൻ പാപ്പയാണ് പറഞ്ഞിട്ടുള്ളത്, ഓൾഡർ ദ ഫിഡ്ലർ ബെറ്റർ ദ മെലഡി എന്ന്. ഇങ്ങനെ പ്രായമായ ഒരു വയലിൻ വായനക്കാരൻ്റെ ആ കഴിവിൽ നിന്നാണ് കൂടുതൽ മനോഹരങ്ങളായ ഗാനങ്ങൾ, സംഗീതം ഉതിർക്കുക. നമ്മുടെ കുടുംബത്തിലെ പ്രായമുള്ളവരെ നമുക്ക് സ്നേഹിക്കാം, ബഹുമാനിക്കാം. അങ്ങനെ കുടുംബത്തിൻ്റെ അനർഘനിധിയായി, ഏറ്റവും വിലപ്പെട്ട നിധിശേഖരമായി അവരുടെ ജീവിതത്തെ പരിഗണിക്കാം. അവരിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധി കുളിർമഴ പോലെ പെയ്തിറങ്ങട്ടെ. കുടുംബത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വേരനാക്കുന്നേൽ കുടുംബത്തിൻ്റെ വിളക്ക് ഈ കുഞ്ഞേപ്പിയേട്ടനും അന്നക്കുട്ടിച്ചേടത്തി മാതാപിതാക്കന്മാര് എങ്ങനെയോ അവർ വളർത്തിയ മക്കളും അങ്ങനെ തന്നെ ഒരു സ്നേഹമുള്ള കുടുംബം. അത് വൃക്ഷം എങ്ങനെയോ ഫലവും അങ്ങനെ തന്നെ എന്ന് ബൈബിളിൽ പറയുന്നത് വളരെ സത്യമാണ്. വളരെ സന്തോഷവും സ്നേഹവും യോജിപ്പും കൂട്ടായ്മയും ഉള്ള ഒരു കുടുംബമാണ് ഈ കുടുംബം. അത് തുടങ്ങിയത് 75 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കൂട്ടി യോജിപ്പിച്ച ഈ മാതാപിതാക്കന്മാർ വിവാഹത്തിൻ്റെ 75-ാം വർഷം, അതിൻ്റെ ജൂബിലി ഈ അടുത്ത നാളിൽ മക്കള് വളരെ ആഘോഷമായിട്ട് നടത്തിയത് ഓർക്കുകയാണ്. 75 വർഷം അന്ന് ആരംഭിച്ച ആ കുടുംബ ജീവിതത്തിൻ്റെ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടാതെ അവസാനം വരെ, ഈ നിമിഷം വരെ കാത്തു സൂക്ഷിക്കുന്ന മാതാപിതാക്കന്മാർ വലിയൊരു മാതൃകയാണ്. കാരണം സാധാരണഗതിയിൽ ഇന്ന് കുടുംബങ്ങളിൽ
വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ട് അതിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പേ വിവാഹ മോചനത്തിന് മുതിരുന്ന ആളുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഒരു വെല്ലുവിളിയാണ് ഇവരുടെ സ്നേഹം എന്ന് പറയുന്നത്. അവരന്ന് തുടങ്ങിയ ആ സ്നേഹം, വിവാഹത്തിൻ്റെ ആദ്യ നാളിൽ ആരംഭിച്ച ആ സ്നേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒന്നിപ്പിൻ്റെ അനുഭവം ഈ നിമിഷം വരെ അവർ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് സ്വജീവിതത്തിലൂടെ മക്കൾക്ക് കാണിച്ചു കൊടുത്ത ഈ നല്ല മാതാപിതാക്കൾക്കും അതേ സ്നേഹം തിരിച്ചു കൊടുക്കുന്ന മക്കൾക്കും ഗുഡ്നെസ് ടിവിയുടെ ഒരു സ്നേഹസമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ഇതുപോലെ നല്ലൊരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.